നമസ്കാരം. യൂറോപ്പിലെ എല്ലാം വലതുപക്ഷ പാർട്ടികളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് അടുത്തിടെയായിട്ട് വിദേശികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ അധിക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കെതിരെ. കാരണം നല്ല ജോലികളിരിക്കുന്നു, നല്ല വാഹനങ്ങൾ, നല്ല വസ്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇവർക്ക് ചെറിയ അസൂയ ഉണ്ടെങ്കിലും നമ്മുടെ പ്രവർത്തികളും ഇതിനൊക്കെ ഒരു കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് അവരെ ഒന്നും ഒരു കാര്യത്തിനകത്ത് ഇൻവോൾവ് ആക്കാത്ത നമ്മളെന്തോ പ്രത്യേക ഗ്രൂപ്പാണ്, നമ്മളെന്തോ സംഭവമാണെന്നുകൊണ്ട് ഇതിന് മാറി നിൽക്കുന്നതെല്ലാം ഒരു കാരണമാണെന്നുള്ളത് നമുക്ക് മാറ്റിവെച്ചേക്കാം. അയർലൻഡ് പോലൊരു രാജ്യം, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി രാജ്യം, അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ ഉള്ള ഒരേ ഒരു ക്രിസ്ത്യൻ രാജ്യം എന്ന് വിളിക്കാവുന്ന അയർലൻഡിൽ പോലും നമ്മളെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ട്രീറ്റുകളെല്ലാം നമ്മൾ അയർലൻഡിന്റെ കൊടികളെക്കാൾ കൂടുതലായിട്ട് ഈ അടുത്ത വർഷങ്ങളിലായിട്ട് 2 വർഷങ്ങളിലായിട്ടുണ്ടായ ഒരു ട്രെൻഡാണ്. പലസ്തീന്റെ കൊടികളായിരുന്നു കൂടുതൽ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത്. അതിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകളും ഇവിടുത്തെ സംഘടനകളും എല്ലാം അതിന് അനുകൂലമായിരുന്നു. ഒരിക്കൽ അയർലൻഡ് ബ്രിട്ടീഷ് റൂളിന്റെ കീഴിലായിരുന്നതുകൊണ്ട് ഇവർ വിശ്വസിക്കുന്ന അധിനിവേശം എന്ന് പറഞ്ഞ ഒരു സംഭവം തീർച്ചയായും എതിർക്കപ്പെടണം എന്നുള്ള രീതിയിൽ പലസ്തീനിലുള്ള പാവപ്പെട്ട ജനതയുടെ സംരക്ഷണവും അവർക്ക് വേണ്ട മറ്റു കെയറുകളും കാര്യങ്ങളും കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണെന്നുള്ള രീതി ചിന്തിച്ചിട്ട് ട്രോ കെയർ എന്ന് പറഞ്ഞ്, അത് ശരിക്കും ഇവിടുത്തെ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതാണ് ശരിക്കും പലസ്തീനിലോട്ടുള്ള മെയിൻ ഫണ്ടിങ്ങും മറ്റ് ആക്ടിവിറ്റികളും ഒക്കെ ചെയ്യുന്ന ഒരു സംഘടന എന്ന് പറഞ്ഞത്. ആ സംഘടനയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പലസ്തീൻ അനുകൂലമായിട്ടുള്ള നീക്കങ്ങളും മീറ്റിങ്ങുകളും ബ്ലാക്ക് കാർഡ്സും ഒക്കെ പിടിച്ച് തെരുവിലിറങ്ങുകയും പലസ്തീനെ അനുകൂലിച്ചും അല്ലെന്നുണ്ടെങ്കിൽ UN-ലും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലും ഒക്കെ അയർലൻഡിനെ കൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള ഒരു നീക്കങ്ങളൊക്കെ നടത്തിയതിന് പിന്നിലെല്ലാം ഈ സംഘടനകളുടെ ഒരു പ്രവർത്തനം തന്നെയാണ്. ഷിനിഫൈൻ മുതൽ തുടങ്ങിയ പല പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ പോലും പ്രത്യക്ഷത്തിൽ തന്നെ ഈ പലസ്തീൻ അനുകൂലമായ നിലപാടുകൾ എടുത്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് ഇവരുടെ സ്വത്വം വീണ്ടെടുക്കുക എന്നുള്ള ഒരു രീതിയിലോട്ട് ഇവിടുത്തെ ആളുകളെല്ലാം കടന്നു വരാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം പലസ്തീന്റെ കൊടികളും കാര്യങ്ങളും എല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷം അയർലൻഡിന്റെ കൊടികളൊക്കെ തന്നെ വീണ്ടും കയറ്റാൻ തുടങ്ങി. നമ്മൾ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർത്തേൺ അയർലൻഡിലോട്ട് പോകുമ്പോഴാണ് അവിടെ നോർത്തേൺ അയർലൻഡ് UK പോയിട്ട് അയർലൻഡിന്റെ പോയിട്ട് ഒരു കൊടിയും അവിടെ കാണാനില്ല. പലസ്തീന്റെ കൊടി തന്നെയായിരുന്നു ഒരു മെജോറിറ്റി സ്ഥലങ്ങളിലും. പക്ഷെ ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും അവസ്ഥകൾ മാറി. അയർലൻഡിന്റെ കൊടിയൊക്കെ എടുത്ത് തിരിച്ചു വെക്കാനും രാഷ്ട്രീയവും അയർലൻഡ് ലോങ് ലീവ് അയർലൻഡിൽ ഇന്ത്യയിലെ അയർലൻഡിന്റെ കൊടി മതി എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും തുടങ്ങി. ഇന്ത്യയിൽ തന്നെ കേസ് എടുത്തു കഴിഞ്ഞാൽ പ്രോ പലസ്തീൻ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ സംഘടനകളെ അവരുടെ ടെററിസ്റ്റ് സംഘടനകളായി വരെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവർ പ്രമേയം പാസ്സാക്കുകയുണ്ടായി. നാഷണൽ സെക്യൂരിറ്റിക്കെതിരെ വരെ ഈ ഇത്തരം സംഘടനകൾ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഇവിടുത്തെ ജനങ്ങൾ അനുകൂലമായിരുന്നു. അവർ അതിയായ വിധം ഈ പ്രവർത്തനങ്ങളെയും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തു എന്നുള്ള പിൻബലത്തിൽ അവർക്ക് തോന്നിയതുപോലെ രീതിയിലെല്ലാം അവർ പ്രൊട്ടസ്റ്റ് നാഷണൽ സെക്യൂരിറ്റിക്കെതിരെ വരെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എയർഫോഴ്സിന്റെ കീഴിലുണ്ടായിരുന്ന 2 പ്ലെയിനുകൾ ആ സ്ഥലത്തോട്ട് അവർ ഇൻട്രൂഡ് ചെയ്ത് കയറിയതിനു ശേഷം 2 പ്ലെയിനുകളാണ് പെയിന്റ് അടിക്കുകയും അത് നശിപ്പിക്കുകയും അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾക്ക് വരുത്തുകയൊക്കെ ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ UK പാർലമെന്റ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനും ഇവരെ എല്ലാം ഇത്തരം പ്രവർത്തികളെല്ലാം അവസാനിപ്പിക്കേണ്ടതാണെന്നുള്ള ഒരു തീരുമാനത്തിലോട്ടും അവർ കടന്നു വന്നത്.